Hi students, welcome to today's chemistry class, Chemical Equilibrium, part 5. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്താണെന്ന് നോക്കാം. H2O H പ്ലസും OH മൈനസും ആയിട്ട് അയോൺസ് ആയി മാറുന്നു. H2O. Ion product of water refers to auto ionization of water. ഓട്ടോ അയണൈസേഷൻ നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഓട്ടോ അയണൈസേഷൻ ഓഫ് വാട്ടർ KW that is equal to concentration of H plus into OH minus where KW is called ion product constant. Ion product constant എന്ന് പറയും. Ion product constant KW is the product of the molar concentration of H plus and OH minus at a particular temperature. അതാണ് KW, ion product of water. ഇതെങ്ങനെയാണ് KW എന്ന കൺസെപ്റ്റിലേക്ക് എത്തി നമുക്കൊന്ന് മനസ്സിലാക്കാം. In pure water, one water molecule donate proton and act as an acid. And another water molecule accept a proton and act as a base at the same time. ഇവിടെ ഓട്ടോ അയണൈസേഷൻ നടക്കുമ്പോൾ രണ്ട് വാട്ടർ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. H2O plus H2O gives H3O plus plus OH minus. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O plus into concentration of OH minus divided by H2O square. അതാണ് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനകത്ത് നമുക്കറിയാം K that is equal to product side divided by reactant side. Product side divided by reactant side ആവുമ്പോൾ പ്രൊഡക്റ്റിനകത്ത് നമുക്ക് H3O plus into OH minus divided by H2O square ആണ്. നമ്മൾ ആ ഡിനോമിനേറ്ററിനകത്തുള്ള H2O സ്ക്വയർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ അടുത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് K വാട്ടർ എന്നുള്ള കൺസെപ്റ്റ് എത്തുന്നു. KW അതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ്. പ്രൊഡക്റ്റ് സൈഡിനകത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് എഴുതാം. ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് ഒമിറ്റഡ് ഫ്രം ദ ഡിനോമിനേറ്റർ ആസ് വാട്ടർ ഈസ് എ പ്യുവർ ലിക്വിഡ്. ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ is omitted from the denominator. അതുകൊണ്ടാണ് നമ്മൾ K that is equal to H plus into OH minus divided by H2O square വന്നത് നമ്മൾ അപ്പുറത്തോട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K യുടെ കൂടെ ഇടുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് KW എന്നാക്കി. KW that is equal to concentration of H plus into concentration of OH minus. ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. KW can distinguish acidic, basic and neutral solutions. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് നമുക്ക് ഈക്വൽ ആക്കാം. കാരണം എന്താണ്, വെള്ളത്തിൽ നിന്ന് പുറപ്പെടുന്ന H പ്ലസിന് H2O സ്വീകരിച്ച് H3O പ്ലസ് ആയി മാറുന്നു. നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് H3O പ്ലസും OH മൈനസും. H പ്ലസിന് പകരം നമ്മൾ H3O പ്ലസ് എന്ന് എടുക്കുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഇവിടെ ഒരു സൊല്യൂഷൻ അസിഡിക് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ OH മൈനസിനേക്കാളും കൂടുതലാണെങ്കിൽ അത് അസിഡിക് ആണ് പറയും. H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ OH മൈനസിനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് ആ സൊല്യൂഷൻ അസിഡിക് ആണെന്ന് പറയും. H പ്ലസിന്റെ അളവ് കൂടുതൽ. വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. ഇവിടെ H പ്ലസിന്റെ അളവാണ് കൂടുതൽ. അതുപോലെ ബേസിക് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് OH മൈനസിന്റെ അളവാണ് കൂടുതൽ. അങ്ങനെയുള്ള സൊല്യൂഷനാണ് ബേസിക് എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ന്യൂട്രൽ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസും ഈക്വൽ ആവുകയാണെങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ന്യൂട്രൽ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് 3 ടൈപ്പ് സൊല്യൂഷനാണ്: അസിഡിക്, ബേസിക്, ന്യൂട്രൽ. അസിഡിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസിന്റെ അളവ് കൂടുതൽ, ബേസിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കൂടുതൽ, ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ H3O പ്ലസും OH മൈനസും ഈക്വൽ ആയി വരുന്ന അവസരം. ഇപ്പോൾ അയൺ പ്രൊഡക്റ്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഇൻ പ്യുവർ വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, പ്യുവർ വാട്ടർ അതിന്റെ കണ്ടീഷൻ 25 ഡിഗ്രി സെൽഷ്യസ്. അവിടെ കോൺസെൻട്രേഷൻ
of H plus എന്ന് പറയുന്നത് that is equal to concentration of OH minus that is equal to 1.0 into 10 raised to minus 7. അതായത് concentration of H plus that is equal to 1 into 10 raised to minus 7. അതുപോലെ concentration of OH minus എന്ന് പറയുന്നത് 1 into 10 raised to minus 7. നമുക്ക് that is equal to 1 into 10 raised to minus 14. KW ionic product of water that is equal to 1 into 10 raised to minus 14 എന്നുള്ള കൺസെപ്റ്റിലെത്തി. ഇപ്പം നമ്മൾ അയൺ പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ പഠിച്ചു. ഇനി അടുത്താണ് ആസിഡ് ആൻഡ് ഇക്വിലിബ്രിയം. ആസിഡ്, വാട്ട് ഈസ് ആസിഡ്? ആസിഡ് is a substance which donate H plus. Equilibrium constant can be used for the ionization reaction to express the extent to which a weak acid ionizes. വീക്ക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് അത് അയണൈസ് ആകുന്നില്ല. ഇവിടെ നമുക്ക് HA എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡാണ്. പ്ലസ് H2O, HA നമ്മൾ വെള്ളത്തിൽ പിടിച്ചിട്ടു, H2O ഇടുവാണെങ്കിൽ അത് ഉടനെ ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. ഉടനെ ആസിഡ് HA എന്ത് കൊടുക്കുന്നു? H പ്ലസിനെ കൊടുക്കുന്നു. എന്നിട്ട് HA എന്തായി മാറുന്നു? A മൈനസ് ആയി മാറുന്നു, A മൈനസ്. ഇനി H3O പ്ലസ്, H2O H പ്ലസിനെ സ്വീകരിച്ച് H3O പ്ലസ് ആയി മാറുന്നു. നമ്മളിപ്പം കണ്ട റിയാക്ഷൻ ആസിഡിന്റെ, വീക്ക് ആസിഡിന്റെ ഒരു റിയാക്ഷനാണ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. HA gives H പ്ലസ് പ്ലസ് A മൈനസ്. അക്വസ് സൊല്യൂഷനകത്ത് ആയതുകൊണ്ടാണ് H പ്ലസ് H2Oയുമായിട്ട് കൂടിച്ചേർന്ന് H3O പ്ലസ് എന്ന് എഴുതുന്നത്. നമുക്ക് അന്നേരം H പ്ലസ് എന്നും എഴുതാം, അല്ലെങ്കിൽ H3O പ്ലസ് എന്നും നമുക്ക് എഴുതാൻ സാധിക്കുന്നു. ഇനി ഇതിന്റെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് ഈ സിസ്റ്റം. അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka that is equal to പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. പ്രൊഡക്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ H3O പ്ലസ് ഇൻറ്റു A മൈനസ് ആണ് പ്രൊഡക്റ്റ് സൈഡ്. അതായത് H3O പ്ലസ് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? H പ്ലസ് എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. അത് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് കിട്ടുന്നു, അല്ലെങ്കിൽ അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് Ka that is equal to concentration of H plus into concentration of A minus divided by concentration of HA. ഇവിടെ a smaller Ka value meaning the degree of the dissociation of the acid is low. Ka ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമ്മൾ അയനൈസേഷന്റെ എഴുതിയിരിക്കുന്നത്. ഇത് Ka വാല്യൂ ആസിഡിന്റെ ആയതുകൊണ്ടാണ് Ka എന്ന് പറയുന്നത്. Kയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ അത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ലോ. ഇതാണ് വീക്ക് ആസിഡിന്റെ കാര്യം. A weak acid is a weak electrolyte that does not completely ionize when mixed with the water to form H plus. General formula HA plus H2O gives H3O plus plus A minus. Ka, equilibrium constant Ka that is equal to H3O plus into concentration of A minus divided by HA. അതായത് ഈ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. ഇവിടെ H2O നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ Ka പറയുന്നത്. Ka is the acid ionization constant for weak acid. ആസിഡ് അയനൈസേഷൻ കോൺസ്റ്റന്റ് എന്നാണ് Ka പറയുന്നത്. ഇവിടെ സ്ട്രോങ്ങർ ആസിഡ് ആണെങ്കിൽ Kaയുടെ വാല്യൂ ലാർജർ ആയിരിക്കും. സ്ട്രോങ്ങർ ആസിഡ് ആണെങ്കിൽ Kaയുടെ വാല്യൂ ലാർജർ ആയിരിക്കും. വീക്കർ ആസിഡ് ആണെങ്കിൽ Kaയുടെ വാല്യൂ സ്മോളർ ആയിരിക്കും. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഈ വീക്ക് ആസിഡിന്റെ അയനൈസേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. CH3COH അസറ്റിക് ആസിഡാണ്, വീക്ക് ആസിഡ് അല്ലെ. എവിടെയാണ് നമ്മൾ അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നത്? വിനാഗിരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. CH3COO മൈനസും H പ്ലസുമായി. ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ C എന്നിടുക. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തുടക്കത്തിൽ CH3COO മൈനസിന്റെ കോൺസെൻട്രേഷൻ ഗാഢത 0 ആയിരുന്നു, H പ്ലസിന്റെ ഗാഢത 0 ആയിരുന്നു. ആഫ്റ്റർ ടൈം T, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അസറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ C മൈനസ് C ഇൻറ്റു ആൽഫ ആയി മാറി. C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അയനൈസേഷൻ. C മൈനസ് C ആൽഫ ഇൻറ്റു C ആൽഫ C ആൽഫ. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് എഴുതാം Ka that is equal to പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. പ്രൊഡക്റ്റ് സൈഡിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CH3COO മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് that is equal to C alpha into C alpha. C alpha എങ്ങനെയാണ് വന്നത്? CH3COO മൈനസിന്റെ കോൺസെൻട്രേഷൻ ആണ് C ആൽഫ, അതുപോലെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് C ആൽഫ. C alpha into C alpha ഡിവൈഡഡ് ബൈ CH3COOHന്റെ കോൺസെൻട്രേഷൻ ആണ് C മൈനസ് C alpha that is equal to C square alpha square divided by
C into 1 minus alpha. C into 1 minus alpha. This C minus C alpha we rearrange cheyidana. C into 1 minus alpha naakiyathu. That is equal to C alpha square divided by 1 minus alpha. We rearrange the equation edukayana. Dissociation constant Ka, that is equal to C alpha square divided by 1 minus alpha. Ionization constant of weak acid Ka, that is equal to C alpha square divided by 1 minus alpha. Kanada padikanam. Dissociation constant of weak acid Ka, that is equal to C alpha square divided by 1 minus alpha. General formula for dissociation of weak acid anida. Ka ennu parnal endana? Dissociation or the ionization constant ennu parayum. Constant aanu Ka. Endinte constant aanu? Ionization constant. Ka is called a ionization constant. At a given temperature T, Ka is a measure of the strength of an acid HX. A general equation is acid in HX. What is acid? Acid is a substance which donates H+. That is, larger the value of Ka, the stronger is the acid. It is a dimensionless quantity with all species of concentration 1 molar. Ionization constant for a weak acid HC2 H3O2 H plus C2 H3O2 minus marunu weak acid aanu. Adinte Ka ennu parnal endana? Product side divided by reactant side. Product side endana? Concentration of H plus into concentration of C2 H3O2 minus divided by HC2 H3O2. We have weak acid. Base and equilibrium. Base. Base? The base is a weak base. Weak base anengil adinte ionization low aayirikkum. The equilibrium is dependent on the base equilibrium constant Kb. A base equilibrium namakku observe cheyam. Base aanu. Base plus H2O gives BH plus plus OH minus. A base is a substance which donates OH minus. Adinte equilibrium constant Kb. Ivide ശ്രദ്ധിക്കുക, dissociation constant acid ആയിരുന്നു Ka. ഇവിടെ base ആയതുകൊണ്ട് Kb എന്ന് പറയുന്നു. Acid dissociation constant of acid Ka ആയിരുന്നു. Base ആയതുകൊണ്ട് Kb എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, Kb that is equal to product side divided by reactant side. Product side എന്ന് പറഞ്ഞാൽ BH plus into OH minus divided by reactant side ആണ്. അന്നേരം Kb that is equal to BH plus into OH minus by B. അങ്ങനെയാണെങ്കിൽ നമുക്ക് ionization constant of weak base നമുക്ക് എഴുതാം. The equilibrium constant for base ionization is called a base ionization constant. Base ionization constant is represented by Kb. Alternately, if C is initial concentration of base and alpha degree of ionization of base, that is the extent to which the base ionizes, then equilibrium constant can be written as Kb that is equal to C square alpha square divided by C into 1 minus alpha. നമ്മൾ കണ്ടായിരുന്നു എങ്ങനെയാണ്? പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ് ആണ് Kb എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സൈഡിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ റിയാക്ടൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുകയാണ് C square alpha square divided by C into 1 minus alpha. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും C ക്യാൻസൽ ചെയ്തു പോയി. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടുകയാണ് C alpha square divided by 1 minus alpha, where C is called a concentration, alpha degree of ionization. What is Kb? Kb എന്ന് പറഞ്ഞാൽ base ionization constant. Base ionization constant. നമ്മൾ ionization constant of weak base നെ പറ്റിയാണ് പഠിക്കുന്നത്. അതുപോലെ ionization constant of weak acid നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും polyprotic acid? Polyprotic acid ഒന്നിൽ കൂടുതൽ. What is acid? Acid is a substance which donates H plus. ഒന്നിൽ കൂടുതൽ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ അത് പോളിപ്രോട്ടിക് ആസിഡ് ആണ്. When acid molecule have more than one ionizable hydrogen, these are called a polyprotic acid. The ionizable hydrogens may have different acid strength or equal. One hydrogen ആണെങ്കിൽ മോണോപ്രോട്ടിക് എന്ന് പറയും, 2 ഹൈഡ്രജനിൽ ആസിഡ് ഉണ്ടെങ്കിൽ ഡൈപ്രോട്ടിക് എന്ന് പറയും, 3 ഹൈഡ്രജൻ ആണെങ്കിൽ ട്രൈപ്രോട്ടിക്. അങ്ങനെ പല ഇതിൽ എത്ര തരം ഹൈഡ്രജൻ ഉണ്ടോ, എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് ആസിഡിന് നമ്മൾ പേര് പറയുന്നു. പോളിപ്രോട്ടിക് ആസിഡ് അയനൈസസ് ഇൻ സ്റ്റെപ്സ്. പല സ്റ്റെപ്പുകളായിട്ടാണ് അയനൈസ് ചെയ്യുന്നത്. ഈച്ച് അയനൈസബിൾ ഹൈഡ്രജൻ റിമൂവ്ഡ് സീക്വന്റ്ലി. റിമൂവിംഗ് ഓഫ് ദ ഫസ്റ്റ് ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കലി മേക്സ് റിമൂവൽ ഓഫ് ദ സെക്കൻഡ് ഹൈഡ്രജൻ ഹാർഡർ. H2SO4 is a stronger acid than HSO4 minus. The equilibrium constant for a net reaction obtained after adding 2 or more reactions
equal to the product of the equilibrium constant for the individual reaction. In a case of conjugate acid base pair ആണെങ്കിൽ equilibrium constant net total എന്ന് പറയുന്നത് K1 into K2 into എത്ര എണ്ണം ഉണ്ട് അതനുസരിച്ച്. Therefore Ka into Kb that is equal to Kw, Pka into Pkw that is Pkb, Pka into Pkb that is equal to Pkw. അതായത് what is K? K എന്ന് പറഞ്ഞാൽ dissociation constant of acid. Kb dissociation constant of base. Ka യും Kb യും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. Ka into Kb that is equal to ionic product Kw. Kw എന്ന് പറയും ionic product Kw. ഇനി ഇതിന്റെ pKa വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? Kaയുടെ എന്താണ് pH? pH that is equal to negative logarithm of concentration of H plus. pKa എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Ka. നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Ka. ഇവിടെ Pka into Pkb that is equal to Pkw. അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ആണ് 14 എന്നാണ്. Pka into Pkb that is equal to Pkw. It is equal to 14 എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അതിന് നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിക്കുകയാണ്. Ka into Kb that is equal to Kw. അതുപോലെ തന്നെ Pka into Pkb that is equal to Pkw that also equal to 40 എന്നൊരു കോൺസ്റ്റന്റ് കാണാതിരിക്കണം കേട്ടോ. Some acids like oxalic acid, sulphuric acid, phosphoric acid have more than one ionizable proton per molecule of the acid. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് എന്താണ് ഫോർമുല? H2SO4, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അതുപോലെ ഓക്സാലിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡിനകത്തെല്ലാം ഒന്നിൽ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ട്. Dibasic acid are those acids which have more than 2 ionizable protons, and a tribasic acid has more than 3 ionizable protons. Higher order ionization constant are smaller than the lower order ionization constant. അതുപോലെ hence it is difficult to remove a positively charged proton from a negative ion due to the electrostatic force. ഇപ്പൊ നമ്മൾ അയനൈസേഷൻ ആണ് കാണുന്നത്. അയനൈസേഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. Always a stronger acid donate a proton to the stronger base. ആസിഡിന്റെ ക്യാരക്ടർ അറിയാം. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. H+ സ്ട്രോങ് ആസിഡ് ആർക്കായിരിക്കും H+നെ കൊടുക്കുന്നത്? സ്ട്രോങ്ങർ ബേസിനായിരിക്കും കൊടുക്കുന്നത്. സ്ട്രോങ് ആസിഡ് ഡിസോസിയേറ്റ് വെരി ഈസിലി ഇൻ വാട്ടർ റിസൾട്ടിംഗ് ഇൻ എ ഫോർമേഷൻ ഓഫ് വീക്ക് ബേസ്. സോ ഓൾവേസ് സ്ട്രോങ് ആസിഡ് ഹാവ് വീക്ക് കോൺജുഗേറ്റ് ബേസസ്. എക്സാമ്പിൾസ് ആർ perchloric acid, hydroiodic acid, nitric acid എക്സെട്ര എല്ലാം അയനൈസേഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് ഓഫ് ആസിഡിന്റെ എക്സാമ്പിൾ ഏതാണ്? perchloric acid, hydroiodic acid, nitric acid. Weak acids have very strong conjugate base. Weak acid നമ്മൾ കോൺജുഗേറ്റ് ബേസിന്റെ റിലേഷൻ നമുക്കറിയാം. എന്താണ് ഒരു ആസിഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ അത് ഒരു H+ന്റെ കാര്യത്തിൽ മാത്രമേ ഡിഫറെന്റ് ആകുന്നുള്ളൂ. H+ന്റെ കാര്യത്തിനകത്ത് വീക്ക് ആസിഡ് ഹാവ് വെരി സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ്. ഓർത്തിരിക്കുക, വീക്ക് ആസിഡിന്റെ അതായത് വീക്ക് ആസിഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? ആസിറ്റിക് ആസിഡ് ഒക്കെ എക്സാമ്പിൾ വീക്ക് ആസിഡ് അല്ലെ? വീക്ക് ആസിഡ് ഹാവ് വെരി സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ് ആണ്. എക്സാമ്പിള് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അസിറ്റിക് ആസിഡിന്റെയൊക്കെ കോൺജുഗേറ്റ് ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവിടെ Pka that is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka. pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആയതുപോലെ Pka എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka ആണ്. ഇനി നമ്മൾ ഇവിടെ ഒരു ഫിഗർ കാണുകയാണ്. ആ ഫിഗറിനകത്ത് the smaller the value of the Pka, the stronger the acid. ഇവിടെ Pka വാല്യൂ സ്മോളർ ആണ്. സ്മോളർ ആണെങ്കിൽ അവിടുത്തെ സ്ട്രോങ്ങർ ആസിഡ് ആണ്. അതായത് നമ്മള് അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എങ്ങനെയാണ് പറയുന്നത്? സ്മോളർ ദ വാല്യൂ ഓഫ് ദ Pka, ദ സ്ട്രോങ്ങർ ദ ആസിഡ്. സ്ട്രോങ്ങർ ആസിഡ് ആവുമ്പോൾ Pka വാല്യൂ കുറവായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഫിഗറിനകത്ത് Pka വാല്യൂ കുറവാണ്. ഇവിടെ -2 അങ്ങനെയുള്ളതൊക്കെ കാണുന്നു. അങ്ങനെ അവിടെ സ്ട്രോങ് ആസിഡ് ആണ് കാണുന്നത്. Ka കൂടുതലാണ് 10². പക്ഷേ Pka എന്ന് പറഞ്ഞാൽ ഓർക്കണം, Pka ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka ആണ്. 10² അതിന് Pka എടുക്കുമ്പോൾ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെ Ka വാല്യൂ കുറഞ്ഞു വരുന്നു. അന്നേരം Pka വാല്യൂ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? Pka വാല്യൂ ഇവിടെ കൂടി വരുന്നു. Pka വാല്യൂ കൂടി വരുന്നു. Pka വാല്യൂ കൂടി വരുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? വീക്ക് ആസിഡ് ആയിരിക്കും. വീക്ക് ആസിഡ്. സ്മോളർ ദ വാല്യൂ ഓഫ് ദ Pka, ദ സ്ട്രോങ്ങർ ദ ആസിഡ്.
ഹയർ ദ വാല്യൂ ഓഫ് pK എന്തായിരിക്കും? വീക്ക് ആസിഡ് ആയിരിക്കും ഇവിടെ കാണുന്നത്. വീക്ക് ആസിഡ്. സ്ട്രോങ് ആസിഡിനെ പരിചയപ്പെട്ടു, വീക്ക് ആസിഡിനെ പരിചയപ്പെട്ടു. സ്ട്രോങ് ആസിഡിന്റെ pK വാല്യൂ എന്തായിരിക്കും? pK വാല്യൂ എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. വീക്ക് ആസിഡിന്റെ pK വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഫിഗറിൽ നിന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സിലോട്ട് ഓർക്കണം, pK that is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka. സ്മോളർ വാല്യൂ ഓഫ് pK ഉള്ളത് സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും. We will use pK to describe the strength of acid. It is a single number without exponents. നമ്മൾ ഇന്നത്തെ ഇപ്പം ഇതുവരെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ആസിഡ് ബേസ് ഇക്വിലിബ്രിയത്തിലായിരുന്നു. pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അതുപോലെ എന്തായാലും POH എന്തായിരിക്കും? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ OH- ആയിരിക്കും. pH + POH എന്ന് പറയുന്നത് 14 ആണ്. അതുപോലെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? സ്ട്രോങ് ആസിഡ് HCl, HBr ആണ്. അയണൈസ് കംപ്ലീറ്റ്ലി 100% ഇൻ വാട്ടർ. സ്ട്രോങ് ബേസ് ആണ് NaOH. വീക്ക് ആസിഡിന് എക്സാമ്പിൾ ആണ് H2S, HCl, CH3, COH ഒക്കെ. അതുപോലെ വീക്ക് ബേസ് ആണ് അമോണിയ. ഡിസോസിയേറ്റ് പാർഷ്യലി ഇൻ വാട്ടർ. നമ്മൾ മനസ്സിലാക്കണം വീക്ക് ആസിഡും വീക്ക് ബേസും എന്നാൽ എന്തെന്ന്. അതുപോലെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻⁻14. ഓർത്തിരിക്കുക, 1 × 10⁻⁻14. അതിൽ നിന്നൊക്കെയാണ് നമ്മുടെ 14 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്. pH + POH ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എന്നുള്ള കൺസെപ്റ്റ് ഈ വാല്യൂവിൽ നിന്നാണ് നമുക്ക് തുടക്കം വന്നിരിക്കുന്നത്. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ 1 × 10⁻⁻14. ഓക്കെ, നമ്മുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ഒക്കെ പഠിച്ചു. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്? ആസിഡിന്റെ സ്ട്രെങ്ത്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. പെട്ടെന്ന് H+ന് വിട്ടുകൊടുക്കുന്ന ആരോ അയാളെയാണ് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട് ആസിഡ് സ്ട്രെങ്തിനെ ആശ്രയിച്ചിരിക്കുന്നത്. ദ മോർ പോളാർ ദ HX ബോണ്ട് ആൻഡ് ദ വീക്കർ ദ HX ബോണ്ട് ദ മോർ അസിഡിക് ദ കോമ്പൗണ്ട്. നമ്മൾ ഇവിടെ HX ബോണ്ട് മോർ വീക്ക് ആണെങ്കിൽ, വീക്കർ HX ബോണ്ട് ആണെങ്കിൽ അത് ഹൈ അല്ലെങ്കിൽ അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാന്ന് പറയും. കാരണം എന്തായിരിക്കും? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആരെങ്കിലും വന്നാൽ H+ ചോദിച്ചാൽ ഒട്ടനെ കൊടുക്കുന്ന ആളെയാണ് സ്ട്രോങ്ങർ ആസിഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്ട്രോങ്ങർ ആസിഡ് ആകണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ആ Hഉം ആറ്റവും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും, ദുർബലമായിരിക്കും. ദുർബലമായെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് H+നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? എന്നാൽ ഇവിടെ ഒരു കണ്ടീഷൻ, the more polar the HX bond or the weaker the HX bond, the more acidic the compound. So acidity increases from left to right across a row and from top to bottom down a group. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്. ഗ്രൂപ്പിനകത്ത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആ HX ബോണ്ടിന്റെ ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് അവിടെ അതാണ്. അന്നേരം ആ താഴെ കുറഞ്ഞു വരുമ്പോൾ ആ ഏറ്റവും താഴെയുള്ള ആ ഗ്രൂപ്പിലെ ആറ്റത്തെ ഇതായിരിക്കും, ആ ആസിഡായിരിക്കും ഏറ്റവും സ്ട്രോങ്ങർ ആസിഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹാലജനകത്ത് HF, HCl, HI ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് HI ആണ് ഏറ്റവും സ്ട്രോങ്ങർ ആസിഡ്. കാരണം ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അന്നേരം പെട്ടെന്ന് തന്നെ H+നെ ആരെങ്കിലും H+ ചോദിച്ചാൽ അയഡിൻ കൊടുക്കും. അതുകൊണ്ടാണ് അതിന് സ്ട്രോങ്ങർ ആസിഡ് എന്ന് പറയുന്നത്. സോ അസിഡിറ്റി ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഡൗൺ എ ഗ്രൂപ്പ്. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴും അവിടെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് ഇൻക്രീസസിനകത്ത് ഇവിടെ നമ്മൾ ഹൈഡ്രജൻ അയഡൈഡ്, നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് പറയുകയാണ്. ഹാലജൻ ഗ്രൂപ്പിനകത്ത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഫ്ലൂറിനാണ് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഗ്രൂപ്പിലെ ആറ്റം. അത് കഴിഞ്ഞ് Cl, അത് കഴിഞ്ഞ് ബ്രോമിൻ, അത് കഴിഞ്ഞ് അയഡിൻ. ഇവിടെ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം. ഹൈഡ്രജൻ അയഡൈഡിനാണ് ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് ഉള്ളത്, ഏറ്റവും കുറവ് HF-നും. അതിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സൈസ് ഇൻക്രീസ് ചെയ്യാണ്. ഏറ്റവും സൈസ് കുറവുള്ള കുഞ്ഞനാണ് ഫ്ലൂറിൻ. ഏറ്റവും സൈസ് കൂടുതലുള്ളതാണ് അയഡിൻ. അയഡിന്റെ സൈസ് കൂടുതലാകുമ്പോൾ ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ആ ബോണ്ടിന് ഒരു സ്ട്രെങ്ത് കുറയുന്നു. അതാണ് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്, സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ പീരിയഡിനകത്ത് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പീരിയോഡിക് ടേബിളിനകത്ത് പോകുമ്പോൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇത് സെക്കൻഡ് പീരിയഡിനകത്തെ എലിമെന്റ്സ് ആണ്. ഹൈഡ്രജൻ അതായത് കാർബൺ കഴിഞ്ഞ് നൈട്രജൻ കഴിഞ്ഞ് ഓക്സിജൻ കഴിഞ്ഞ് ഫ്ലൂറിൻ.
ഇവിടെ ഏറ്റവും മാസ് സ്ട്രെങ്ത് കൂടുതലുള്ളത് HFനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. അതുകൊണ്ട് മാസ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ HFന്. അത് കഴിഞ്ഞ് H2Oയ്ക്ക്, അത് കഴിഞ്ഞാണ് അമോണിയയ്ക്ക്, അത് കഴിഞ്ഞിട്ടാണ് CH4. അതായത് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാസ് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഓക്കെ, the stronger an acid is at donating H+, the weaker the conjugate base is at accepting H+. Higher the oxidation number of an acid, stronger the oxyacid. The stronger an acid is at donating H+, the weaker at the conjugate base is at accepting H+. അതുപോലെ cations are stronger than acid than neutral molecules and neutral acids are stronger than anions. അപ്പോൾ നമുക്കിവിടെ H3O പ്ലസ് ഏറ്റവും കൂടുതൽ, H2O, OH അങ്ങനെ അങ്ങ് പോകുന്നു. അടുത്ത കൺസെപ്റ്റ് ആണ് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് ദ pH ഓഫ് ദിയർ സൊല്യൂഷൻ. ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്. ഹൈഡ്രോളിസിസ് നടത്തുക, സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡും ബേസും കൂടെ കൂടി ചേർന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനാണ് സോൾട്ട്. സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടെ കൂടി ചേർന്നാൽ NaCl പ്ലസ് H2O ഉണ്ടാകും. NaCl പ്ലസ് H2O അതൊരു സോൾട്ടാണ്. ഈ സോൾട്ടിന് നമ്മൾ H2Oയുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിലൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഇടുമ്പോൾ, വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കും? ആസിഡ് ആയിരിക്കുമോ, ബേസ് ആയിരിക്കുമോ, അതോ ന്യൂട്രൽ ആയിരിക്കുമോ? എന്നാലും നമുക്കറിയണം സോഡിയം ക്ലോറൈഡ് H2Oയുമായിട്ട് കൂടിച്ചേരുമ്പോൾ H2Oയ്ക്കകത്ത് H+ഉം OH- ഉണ്ട് അല്ലേ? H2Oയ്ക്കകത്ത് OH- സോഡിയം കൂടിച്ചേരും, സോഡിയം ഹൈഡ്രോക്സൈഡ് ആകുന്നു. H+ഉമായിട്ട് Cl- കൂടിച്ചേരുമ്പോൾ എന്താകുന്നു? HCl ആകുന്നു. രണ്ടുപേരും സ്ട്രോങ് ആസിഡാണ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസുമാണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താകും? ന്യൂട്രലായി മാറുന്നു. ന്യൂട്രൽ. ഓക്കെ, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്, സ്ട്രോങ് സോൾട്ട് ആണെങ്കിൽ അവിടെ ന്യൂട്രൽ സൊല്യൂഷനാണ് കിട്ടുന്നത്. അതുപോലെ ഒരു വീക്ക് ആസിഡ് അസറ്റിക് ആസിഡിന്റെ ഒരു സോൾട്ടാണ്, സ്ട്രോങ് സോൾട്ടാണ് സോഡിയം അസറ്റേറ്റ്. ഈ സോഡിയം അസറ്റേറ്റ് നമ്മൾ വെള്ളത്തിലോത്തോട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഈ സോഡിയം അസറ്റേറ്റ് വെള്ളവുമായിട്ട് കൂടി ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡും അസറ്റിക് ആസിഡുമായി മാറുന്നു. എന്നിട്ട് നമുക്ക് ആ സൊല്യൂഷന്റെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രോങ് ബേസ് ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിട്ടുണ്ട്, വീക്ക് ആസിഡും ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ക്യാരക്ടർ ഏതായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ബേസ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ക്യാരക്ടർ ആയിരിക്കും ആ സൊല്യൂഷൻ കാണിക്കുന്നത്. അന്നേരം സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് സോൾട്ടായ സോഡിയത്തിന്റെയും കൂടെ സോൾട്ടാണ്. അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് കാണിക്കുന്ന ക്യാരക്ടർ ഏതായിരിക്കും? സ്ട്രോങ് ബേസ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ബേസിക് ക്യാരക്ടർ കാണിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പലതരത്തിൽ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് നമ്മളോട് ചോദിക്കാം. ദി കാറ്റയോൺ ആൻഡ് anions formed on ionization of salt either exist as hydrated ions in aqueous solution or interact with water to form corresponding acid or base. The later process of interaction between water and cations or anions or both of the salt is called hydrolysis. Salts are formed by the reaction between acids and bases. Okay, salt എന്ന് പറഞ്ഞാൽ ആസിഡും ബേസും തമ്മിലുണ്ടാകുന്ന റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് സോൾട്ട് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബഫർ സൊല്യൂഷൻ. ബഫർ, the solution which resists change in pH on dilution or with the addition of small amount of acid or alkali are called a buffer solution. ഈ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കുറച്ച് ആസിഡോ ബേസോ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആ pH വ്യത്യാസം ഉണ്ടാകുന്നു. ആസിഡോ ബേസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ആ pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള സൊല്യൂഷൻ ഏതോ അതിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. The solution which resists change in pH on dilution or with the addition of small amount of acid or alkali are called a buffer solution. Buffer solution are prepared from the knowledge of pK and pKb of base and controlling the ratio of salt and acid or salt and base. Okay, a buffer is a solution that resists change in pH when small amount of acid and bases are added. ഈ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. Buffer is a solution that resists change in pH when small amount of acid and base are added.
നമുക്ക് ബഫറിന് കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. എ ബേസിക് ബഫർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ബേസ് ആൻഡ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. എന്താണ് ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ? ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ബേസും അതിന്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡുമാണ്. ഫോർ എക്സാമ്പിൾ NH4OH ഒരു വീക്ക് ബേസ് ആണ്. അതിന്റെ NH4 ഉണ്ട് ഇവിടെ. അതിന്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസും കൂടെ കൂടി ചേരുന്നു. NH4OHന്റെ കൂടെ HCl ചേർക്കുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? NH4Cl ആയി മാറുന്നു. ഈ NH4Cl എന്ന് പറയുന്നതാണ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. Cl ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ടാണ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്. NH4OHും NH4Clഉം എന്താണ്? അതൊരു ബേസിക് ബഫറാണ്. ബേസിക് ബഫറിന് എക്സാമ്പിൾ ആണ്, ഓർത്തിരിക്കുക. അതുപോലെ അമോണിയയും അമോണിയം ക്ലോറൈഡും അങ്ങനെ പലതരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു വീക്ക് ബേസ് ആണ്. അതിന്റെ സോൾട്ട് ആണ് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ് NH4Cl. ഈ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഒരു ബേസിക് ബഫറാണ്. അങ്ങനെയാണെങ്കിൽ അസിഡിക് ബഫർ എന്ത് നമുക്ക് പറയാം? ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അസിഡിക് ബഫറിന് എക്സാമ്പിൾ ആണ് വീക്ക് ആസിഡായ അസിറ്റിക് ആസിഡും അതിന്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസും ആണ്. C3CO മൈനസും Na പ്ലസും. ഈ ഇവിടെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. അന്നേരം അതിന്റെ കോമ്പിനേഷൻ ഓർത്തിരിക്കുക. വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് വേണം. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. അതാണ് സ്ട്രോങ് ബേസ്. ആ സ്ട്രോങ് ബേസ് ആണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. അതുപോലെ തന്നെ H2CO3 NaHCO3 ഒരു വേറൊരു അസിഡിക് ബഫറാണ്. H3PO4 NaH2PO4 വേറൊരു അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആണ്. അസിറ്റിക് ആസിഡ് ആൻഡ് ഫോമിക് ആസിഡ് ആൻഡ് സോഡിയം ഫോർമേറ്റും എല്ലാം അസിഡിക് ബഫറിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഇവിടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. അസിഡിക് ബഫർ ഉണ്ടാകാൻ വേണ്ടി വീക്ക് ആസിഡും അതിന്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസും വേണം. Acidic buffer is solution of a mixture of weak acid and a salt of this weak acid with a strong base. Weak acid, acetic acid, salt, CH3COONA. Basic buffer. A solution of mixture of weak base and a salt of this weak base with a strong acid. NH4OH, NH4Cl. ഇത് basic buffer example ആണ്. നമുക്ക് ഇനി pH കണ്ടുപിടിക്കാൻ പറ്റും. pH that is equal to acidic bufferന്റെ pKa plus log concentration of A minus divided by concentration of HA. ഈ concentration of A minus എന്ന് പറയുന്നത് conjugate base concentration ആണ്. That is equal to pKa plus log into concentration of salt divided by concentration of acid. pH കണ്ടുപിടിക്കാൻ സാധിക്കും. pH that is equal to pKa plus log into concentration of salt divided by concentration of acid. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ധാരാളം ബഫർ സൊല്യൂഷൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്നത്. ചിലത് സ്ലൈറ്റ്ലി അസിഡിക് ആകാം, ചിലത് സ്ലൈറ്റ്ലി ബേസിക് ആകാം, അല്ലെ? ആ pHനെ നിലനിർത്തിയില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. അതുകൊണ്ട് ബോഡി എന്ന് പറയുന്നത് ഒരു ബഫർ, നമ്മുടെ ബ്ലഡ്, അല്ലെ, ബ്ലഡ് ഒക്കെ ഒരു ബഫർ ആക്ഷൻ ആണ് നടത്തുന്നത്. Several substances serve as buffers in the body, including cell and plasma proteins. Hemoglobin എവിടെ കാണുന്നത്? ബ്ലഡില്. Phosphate, bicarbonate ions and carbonic acid. The bicarbonate buffer is the primary buffering system surrounding the cells and tissues throughout the body. The maintenance of the blood pH is important for the proper functioning of our body. pH മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി വിവരം അറിയും. And can be critical if not maintained. The main buffers in blood are bicarbonate, hemoglobin, plasma proteins and phosphates. Mainly, the buffer involves carbonic acid. Carbonic acid H2CO3 ആണ്, a weak acid, and a bicarbonate ion. The conjugate base ആണ്. H2CO3 plus H2O gives HCO3 minus plus H3O plus. Weak acid H2CO3 യുടെ conjugate base ആണ് HCO3 minus. ഇവർ തമ്മിൽ എന്താണ്? ഒരു H പ്ലസിനാണ് വ്യത്യാസം, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ആസിഡിന്റെ ഇക്വിലിബ്രിയവും ബേസിന്റെ ഇക്വിലിബ്രിയവും അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറും ഒക്കെ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.